ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 2 വർഷം നമ്മൾ മുമ്പിൽ ഒരു ചക്കവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചക്കപ്പഴ സീസണിൽ. ആ ചക്കവരട്ടി കൊണ്ട് നമുക്ക് ഇന്നൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയാൽ നമ്മുടെ പൂച്ചയപ്പം ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചക്കവരട്ടി കൊണ്ട് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്കിന്ന് നമ്മൾ 2 വർഷം മുന്നേ നമ്മൾ ചക്ക വരട്ടി വെച്ചിരുന്ന കേട്ടോ. ഇത് വെച്ച് നമുക്കിന്നൊരു പൂച്ചയപ്പം ഉണ്ടാക്കിയല്ലോ, കുമ്പിളപ്പം. ഇതുണ്ട് 2 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്നിടാം. ഞാൻ ഇതിനകത്ത് നമ്മുടെ ശർക്കരയും ഏലക്കായും ജീരകവും എല്ലാം ചേർത്ത് നല്ലപോലെ വരട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടും ഉണ്ടായിരുന്നു നേരത്തെ. ഞാനിതിങ്ങനെ വരട്ടി ഇവിടെ വെക്കുന്ന വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കും. ഇത് ഇച്ചിരി കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാം. അപ്പോൾ നമുക്കിത് കുഴച്ചൊക്കെ എടുക്കാൻ പാടായതുകൊണ്ടാണ് നമ്മളിത് മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇത്രയും നല്ല കട്ടയായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എടുക്കണ ഇച്ചിരി പാടാണ്. ഇത് ഞാൻ ഈ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒന്ന് എടുത്തിട്ട് എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നമ്മൾ ഇതിനകത്തേക്ക് വേറെ പൊടി ഐറ്റംസ് ചേർക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ലൂസാകണമല്ലോ. ഇത് തീരെ ഇതുകൊണ്ട് നല്ല ഇതുണ്ടോ ഇരിക്കുന്നുണ്ടോ, നല്ല കട്ടയായിട്ട് നല്ല തിക്കായിട്ട്. ഇത് വെച്ച് പായസം ഉണ്ടാക്കാനോ ലഡുവോ എന്നാത്തിന് വേണേലും പറ്റും. ഇത് നിറച്ചുണ്ടായിരുന്നു. ഞാൻ ഒരു ചക്ക വരട്ടി വെച്ചിരുന്നതാണ് ഞാനിത് നിറച്ചപ്പോൾ. ഇന്നാൾ ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഈ സാധനത്തിന്. നമ്മളിങ്ങനെ ചുമ്മാ ഒക്കെ ഇരിക്കുമ്പോൾ ഇച്ചിരി ചക്കയൊക്കെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഇച്ചിരി കുമ്പിളപ്പമൊക്കെ കഴിക്കണം, അല്ലെ പൂച്ചയപ്പമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചുമ്മാ ഉണ്ടാക്കാവേ. അതുകൊണ്ട് നമ്മൾ ഇത്ര ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് 5-6 കുമ്പിളേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ബാക്കി ഇത്ര ഇരിപ്പുണ്ട്. ഇതിനിപ്പോൾ ഇരുന്നാലും കുറേ കാലത്തേക്ക് നമുക്ക് പായസത്തിനകത്ത് ചേർക്കാനോ എന്തിനു വേണേലും നമുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ്. ഇതിങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ടേ നമുക്കൊരു ശകലം ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് അരച്ചെടുക്കാവേ. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാനിത് ഒരു നല്ലപോലെ ശർക്കര പാനിയാക്കി അതിനകത്ത് കല്ലും മണ്ണുമൊക്കെ കളഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന. അപ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി ഈ ചക്കയൊക്കെ ഇങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് എന്നാ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണേൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുക്കട്ടെ. അല്ല ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുമ്പോൾ നമുക്കത് വേണേൽ ഇങ്ങനെ തന്നെ ഇട്ട് കുഴച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഇതില്ല. അതുകൊണ്ട് എങ്ങനെ നമ്മുടെ ചക്ക വരട്ടി ഒന്ന് അടിച്ച് എടുത്തതുകൊണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. നല്ല നമുക്ക് ഈ അരവണയൊക്കെ കിട്ടുമ്പോൾ ഒരു മണമില്ല, അതുപോലെ നല്ല അടിപൊളി ഇതാണ് വരുന്നത്, മണമൊക്കെ വരുന്നത്, നല്ല ടേസ്റ്റും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നല്ല ചുക്കും ഏലക്കായും ജീരകത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി ഒരു മണം. ഇതിപ്പോൾ ഇങ്ങനെ കുമ്പിളൊന്നും ഉണ്ടാക്കേണ്ടത്, ഇപ്പോൾ തന്നെ ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മധുരവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ റവ വെച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് റവ എടുത്തുകൊണ്ടിരാം. അപ്പോൾ ഇതേ ഞാൻ ഒരു 1/2 കിലോ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ്, നമ്മൾ വറുത്തൊന്നുമല്ല, വറുത്ത റവ മേടിച്ചതാണ്. ഇനി അതിനകത്തേക്ക് ഞാനിത് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ ചെറിയ എന്താ പറയുന്നത് തിന്ന് ഇങ്ങനെ പോരുന്ന സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് പെറുക്കി കളഞ്ഞേക്കാം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്തുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ അങ്ങ് ചിരണ്ടി അപ്പോൾ ഇങ്ങനെ കഴുന്ന് പോരുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപ്പ് വേണ്ട, നമ്മൾ മധുരം ചേർക്കുന്നതുകൊണ്ടൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ആ റവയ്ക്കും ആ തേങ്ങയ്ക്കും പിന്നെ നമ്മുടെ മധുരത്തെയും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്. എന്നിട്ട് ഇനി ഈ തേങ്ങായും ഈ റവയും കൂടെ നന്നായിട്ടൊന്ന് ഈ ഉപ്പും കൂടെ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നല്ലപോലെ ഒന്ന് കുഴച്ച് ഇത് ചെയ്തു. ഇനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കവരട്ടിയുടെ കൂട്ട് അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മധുരമായിരിക്കും, തന്നെ കണ്ടിട്ട് നല്ല മധുരം. പിന്നെ ശർക്കര ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതുണ്ടോ, ഇത് നല്ലപോലെ ഇതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കണം ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പിന്നെ റവ ആയതുകൊണ്ട് ഇത് നല്ലപോലെ കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് നമ്മൾ കുഴച്ചൊരു 10 മിനിറ്റ് വെക്കണം. അന്നേരമേ അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഈ റവ കുഴച്ചൊന്ന് വെക്കണം. അന്നേരമേ നമ്മുടെ ഈ റോസ്റ്റഡ് റവയല്ലേ, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നന്നായിട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ ചക്ക വരട്ടി നമ്മൾ
അരച്ച ജാറില്ലേ, ഈ ജാറൊന്ന് കഴുകി നമുക്ക് ഇച്ചിരി ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കഴുകി വെള്ളമെല്ലാം കൂടെ കൂടി നമുക്കിതിനകത്തേക്ക് ഇത്രയും വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നമുക്കിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതേ നമ്മളങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റവയല്ല, ഇതിനകത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ അത്രയും ഇതാകുകയില്ല. അതുകൊണ്ടാണ് ഇനി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏലക്കായും ജീരകവും ചുക്കും ഒക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ആ റവയ്ക്കും അത്രയുള്ള ഇതിനെല്ലാം കൂടെ കൂടുകയല്ലോ. അതുകൊണ്ട് ഞാനൊരു 1.5 സ്പൂണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുണ്ടോ നല്ലപോലെ ഒന്ന് ഈ റവയൊക്കെ ഒന്ന് ഇളക്കി നല്ല മധുരമുണ്ട്. ഇതുണ്ട് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചെങ്കിലും നമ്മുടെ റവ കുതിർന്നപ്പോഴത്തേക്ക് ഇതുണ്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇപ്പം അരമുറി തേങ്ങ അല്ല വേണ്ട, ഇനിയിപ്പോൾ തേങ്ങ കെമ്പിടി ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുണ്ടോ ഇനിയിപ്പം ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഇത് ഒന്ന് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഈ റവ എല്ലാം കൂടി ഒന്ന് കുതിർന്ന് നല്ലപോലെ ഒന്ന് ആകാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഇതൊന്ന് വെക്കുന്നതേ. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇത് നല്ലപോലെ ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഡനയിലേക്കകത്ത് ഇതുപോലത്തെ ഇഡനയിലേക്കകത്ത് നമുക്ക് നമ്മുടെ പൂച്ചയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇത് അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നല്ലപോലെ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ലപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇതുണ്ടല്ലോ, മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഷേപ്പൊന്നും ഇല്ലാത്ത ഇലയായിട്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇല നല്ലപോലെ ഞാൻ കഴുകി പെറുക്കി എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ അതൊന്ന് കൂട്ടി നമ്മുടെ ഇത് ഓരോ ഇതിനകത്ത് കൊള്ളാവുന്ന എത്ര ചെയ്യാൻ വെച്ച് നമ്മളിതിങ്ങനെ ഇനിയിപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഈർക്കിലി കുത്താനോ ഒന്നും പോകണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്കങ്ങനെ ഇങ്ങനെ ഇതുണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഇത് വലിയ അറിയാനൊന്നും ഇല്ല. ഇതൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതുണ്ടോ ഇങ്ങനെ മൊത്തം ഒന്ന് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ പൂച്ചയപ്പം എല്ലാം നമ്മുടെ കുമ്പിളപ്പം എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇഡലി പാത്രം തട്ടേ വെച്ച് നാവി കയറ്റി വേവിച്ചെടുക്കും. നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് 10 എണ്ണം ഉണ്ട്. നമ്മൾ 1/2 കിലോ റവ എടുത്തിട്ടുണ്ടാക്കിയത് കറക്റ്റ് 10 എണ്ണം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു 10-15 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറി ഒന്ന് വേകട്ടെ. അപ്പോൾ ഇത് അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂച്ചയപ്പം കുമ്പിളപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. പിന്നെ ഇപ്പം നമുക്കിതൊന്ന് ഇതുണ്ടോ നല്ലപോലെ വെന്ത് നല്ല ഇതായിട്ടുണ്ട്. നല്ല ഇതുണ്ടോ കുത്തിയൊക്കെ നോക്കുമ്പോൾ ഒട്ടും ഇങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ അറിയത്തില്ലെങ്കിൽ അങ്ങനെയൊന്ന് കുത്തി നോക്കിയാലും കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി നമ്മുടെ ഇത് വാങ്ങി വെക്കാം. ഈ ചൂടോടുകൂടി നമ്മുടെ ഈ കുമ്പിളപ്പം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇച്ചിരി ഒന്ന് തണുത്തിട്ടൊന്ന് കഴിക്കുന്ന. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാവേ. എന്നിട്ട് നമുക്ക് തണുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചക്ക വരട്ടി വെച്ചുണ്ടാക്കിയ നല്ല അടിപൊളി കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ തണുത്തിട്ടില്ല, നല്ല ചൂടാണ്. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ട് നല്ല അടിപൊളി കുമ്പിളപ്പം, നല്ല സൂപ്പറാണ്, നല്ല മധുരമാണ്, അടിപൊളിയാണ്. നമ്മൾ ചക്കപ്പഴം ഉണ്ടാകുന്നതിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചക്കപ്പഴമൊക്കെ വറ്റിയിരിക്കുന്നവരൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.